100 പ്രവാസികളുടെ നീറുന്ന 100 കഥകളാണിത്. അറേബ്യൻ ജീവിതത്തിൻ്റെ 100 കഥകൾ. ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഭാവനയല്ല. ആരെങ്കിലുമായി സാദൃശ്യം തോന്നിയാൽ അത് യാദൃശ്ചികവുമല്ല. 2.5 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ മസ്കത്തിലും പരിസരത്തും താൻ നേരിട്ട് കണ്ട ജീവിതങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമെന്ന് രചയിതാവ് ഹംസ ന്യൂമാഹി പറയുന്നു. ഇത് സാധാരണക്കാരായ ഈ പ്രവാസികൾ ഇവിടെ വന്നിട്ട് അനുഭവിക്കുന്ന ചിലരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അത് മറ്റുള്ള പുറം ലോകം അറിയിക്കുക എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കിയിട്ട് എഴുതിയതാണ്. കേരള ശബ്ദം വാരികയിൽ മണൽക്കാട്ടിലെ മണൽക്കൂട് എന്ന പേരിൽ ഇപ്പോഴും തുടരുന്ന കോളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകത്തിലെ ഭൂരിഭാഗം കഥകളും. വിവിധ ദിനപത്രങ്ങളുടെ വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചവയും ഇവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ പലരും ഇപ്പോഴും ഗൾഫിലും നാട്ടിലുമായി ജീവിച്ചിരിപ്പുണ്ട്. ഓരോ മക്കളുടെയും കോഴ്സിനൊപ്പം പ്രവാസത്തിൻ്റെ കാലാവധി നീട്ടി ജീവിക്കുന്ന മേരി, ഗൾഫിൽ പണിയെടുത്ത് നിർമ്മിച്ച വീടിൻ്റെ പാർക്കൽ ചടങ്ങിനു മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കുന്ന നസീർ, പുതിയ വീട്ടിലേക്ക് ആദ്യമായി മയ്യത്ത് കയറ്റരുതെന്ന് ശഠിക്കുന്ന അയാളുടെ ഭാര്യ. അങ്ങനെ മനസ്സിൽ മായാതെ നിൽക്കുന്ന 100 കഥാപാത്രങ്ങളെ വായനക്കാരുടെ മുന്നിൽ കോറിയിടാൻ ഹംസ ന്യൂമാഹിയുടെ രചനയ്ക്ക് കഴിയുന്നു. ഹംസയുടെ പുറത്തിറങ്ങുന്ന ആദ്യ പുസ്തകം കൂടിയാണിത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.